സിറ്റി ചേഞ്ചേഴ്സ് ചർച്ചിലെ ആരാധനയ്ക്ക് വന്നിട്ടുള്ള എല്ലാവരെയും, അതുപോലെ യൂട്യൂബിലൂടെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ചർച്ചിൻ്റെ ഗ്രൂപ്പിൽ ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 5 എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടായിരുന്നു? വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു. ഇന്ന് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കാം. 5-ാം അധ്യായം എല്ലാവരും വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാവരും ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം തുറന്നു വയ്ക്കുക. നമുക്ക് 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ നമുക്ക് ഒരുമിച്ച് ഉറക്കെ വായിക്കാം. അവൻ ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയാൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിനെന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന പടക് 2ഉം മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. പിന്നെ അവൻ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. യേശു ഗന്നേസരത്ത് തടാകം എന്ന് വിളിച്ചു വന്ന ഗലീല കടലിൻ്റെ തീരത്തെത്തി. ഗന്നേസരത്ത് തടാകത്തിന് 13 മൈൽ നീളവും 8 മൈൽ വീതിയുമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 680 അടി താഴെയാണ് അതിൻ്റെ കിടപ്പ്. ഇന്ന് ഈ സ്ഥലത്ത് അധികം ആളുകൾ താമസിക്കുന്നില്ല. എന്നാൽ യേശു കർത്താവിൻ്റെ കാലത്ത് ഇതിന് ചുറ്റും 9 ടൗൺഷിപ്പുകൾ ഉണ്ടായിരുന്നു. ഏകദേശം 15,000-ൽ കുറയാത്ത ജനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ ഗലീല കടൽ പുറത്ത് നടക്കുമ്പോൾ ശിമോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവൻ്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോട് കൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. ഞാൻ ഈ മർക്കോസിൻ്റെ സുവിശേഷം വായിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഭാഗം വായിക്കുമ്പോൾ ശിമോൻ പത്രോസിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനെയും യേശു കർത്താവ് ശിഷ്യത്വത്തിലേക്ക് വിളിച്ചത് കുറച്ച് സമയം കൊണ്ട് സംഭവിച്ച കാര്യമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യേശു കർത്താവ് പത്രോസിനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തയ്യാറെടുപ്പിൻ്റെ കാലഘട്ടമുണ്ടായിരുന്നുവെന്ന്. അതായത് യേശു കർത്താവ് പത്രോസിനെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കും മുമ്പ് ഏതെങ്കിലും ഒരു സന്ദർഭം ഓർക്കുന്നുണ്ടോ നിങ്ങൾ? യേശു കർത്താവ് പത്രോസിൻ്റെ ഭവനത്തിൽ പോയി, ഓർക്കുന്നുണ്ടോ?
കഴിഞ്ഞ 4-ാം അധ്യായം നമ്മൾ ചിന്തിച്ചപ്പോൾ അത് കണ്ടതാണ്. എവിടെയായിരുന്നു? പനി പിടിച്ച് കിടന്നിരുന്ന പത്രോസിൻ്റെ അമ്മായിയമ്മയെ യേശു കർത്താവ് സൗഖ്യമാക്കി. അത് 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. അപ്പം അന്ന് തന്നെ ഒരു ബന്ധമുണ്ട്. ആ ഹീലിങ്സും അതോടൊപ്പം യേശു സൗഖ്യമാക്കിയ മറ്റ് സംഭവങ്ങളും നോക്കുമ്പോൾ സൗഖ്യം നൽകാനും ഭൂതങ്ങളെ പുറത്താക്കാനുമുള്ള യേശുവിൻ്റെ കഴിവിനെ പറ്റിയും പത്രോസ് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കാണാം. അതുകൊണ്ട് പത്രോസിന് ഒട്ടും പരിചയമില്ലാത്ത ഒരു അപരിചിതനെ ഫോളോ ചെയ്യുവാനുള്ള വിളി ആയിരുന്നില്ല പത്രോസിന് ലഭിച്ചത്. ഈ 5-ാം അധ്യായത്തിൽ ശിമോൻ പത്രോസിൻ്റെ പടക് യേശു ഉപയോഗിക്കുന്നത് അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാരണത്തിലായിരിക്കണം. യേശു കർത്താവ് പല സ്ഥലങ്ങൾ യേശു കർത്താവിൻ്റെ പ്രസംഗ പീഠമായിട്ട്, സ്റ്റേജായിട്ട് യേശു കർത്താവ് പല സ്ഥലങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൂക്കോസ് 4:15-16 നോക്കിയാൽ സിനഗോഗിൽ യേശു കർത്താവ് പ്രസംഗിച്ചിട്ടുണ്ട്. മത്തായി 26:25 നോക്കിയാൽ ദേവാലയത്തിൽ യേശു കർത്താവ് പ്രസംഗിച്ചിട്ടുണ്ട്. മത്തായി 5:1 നോക്കിയാൽ പർവ്വതത്തിൽ യേശു കർത്താവ് പ്രസംഗിച്ചിട്ടുണ്ട്. ലൂക്കോസ് 5:17-19 നോക്കിയാൽ വീട്ടിൽ യേശു കർത്താവ് പ്രസംഗിച്ചിട്ടുണ്ട്. മർക്കോസ് 8:1-4 നോക്കിയാൽ മരുഭൂമിയിൽ യേശു കർത്താവ് പ്രസംഗിച്ചിട്ടുണ്ട്. യോഹന്നാൻ 11:38 നോക്കിയാൽ കല്ലറവാതിൽക്കൽ യേശു കർത്താവ് പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പടകാണ്. അവിടെ ആളുകൾ യേശു കർത്താവിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. ജനത്തെ കണ്ടുകൊണ്ട് സംസാരിക്കുവാനായിട്ട് അല്പം ഒരു ഉയർന്ന സ്റ്റേജ് ആവശ്യമായിരുന്നത് കൊണ്ട് യേശു കർത്താവ് ആ പടകിൽ കയറി. പ്രസംഗം തീർന്നപ്പോൾ ശിമോൻ പത്രോസിന് ചില ഉപദേശങ്ങൾ നൽകുവാനായിട്ട് യേശു കർത്താവ് ആഗ്രഹിച്ചു. അപ്പം ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവാനായിട്ട് യേശു കർത്താവ് ആവശ്യപ്പെട്ടു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സമയം മീൻപിടുത്തത്തിന് ഒട്ടും പറ്റിയ സമയമല്ല. അതായത് കടലിൽ വളരെ അനുഭവജ്ഞാനമുള്ള എക്സ്പേർട്ടായിട്ടുള്ള ഒരു മുക്കുവനോട് എങ്ങനെ മീൻ പിടിക്കണമെന്ന് ഒരു കാർപ്പൻറ്റേഴ്സാണ് അല്ലേ, ഒരു ആശാരി ആയിട്ടുള്ള ആള് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്കിലും യേശു കർത്താവിൻ്റെ വീര്യപ്രവർത്തികളെക്കുറിച്ചും ഉള്ള മുൻ അനുഭവം പത്രോസിനും ഉണ്ടായിരുന്നതിനാൽ കർത്താവെ നിന്റെ വാക്കിന് എന്ന് പറഞ്ഞ് വലയിറക്കി. അതിൻ്റെ റിസൾട്ട് അതിശയകരമായിരുന്നു. എന്താ സംഭവിച്ചത്? വല നിറയെ മീൻ കുടുങ്ങുകയും വല കീറുന്ന നിലയിൽ ആയിത്തീരുകയും ചെയ്തു. പടക് 2 മുങ്ങുമാറാകുവോളം അവർ മീൻ നിറയ്ക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമുക്ക് അസാധ്യമായത് ചെയ്തു തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. എത്ര പേർക്ക് പകലത് ബോധ്യമുണ്ട്? നമുക്ക് അസാധ്യമായത് ചെയ്തു തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. നമുക്ക് അസാധ്യമായത് ചെയ്തു തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. നമ്മൾ കർത്താവ് പറയുന്നത് അനുസരിച്ചാൽ മതി. നമ്മൾ കർത്താവ് പറയുന്നത് അനുസരിച്ചാൽ മതി. നമുക്ക് അസാധ്യമായത് ചെയ്തു തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഇത് ഇന്ന് മനസ്സിൽ കയറണം കേട്ടോ. ഇന്ന് മനസ്സിലുണ്ടായിരിക്കണം, ഹൃദയത്തിൽ എഴുതിയിടണം. കർത്താവ് പറയുന്നത് ഞാൻ അനുസരിച്ചാൽ എന്നെക്കൊണ്ട് ചെയ്യാൻ അസാധ്യമായത് എൻ്റെ കർത്താവ് ചെയ്തു തരും. പത്രോസിനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർക്കും ഈ സംഭവിച്ചതൊക്കെയും വളരെ അത്ഭുതകരമായിട്ട് തോന്നി. തൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാനായിട്ട് വാക്കുകൾ മതിയാകാതെ വന്നപ്പോൾ ശിമോൻ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, ഞാൻ പാപിയായ മനുഷ്യൻ ആയാൽ തന്നെ വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ താൻ യോഗ്യതയില്ലാത്ത ആളാണെന്ന് തോന്നിയതിനാൽ ശിമോൻ ഭയപ്പെട്ടു. എന്നാൽ യേശു കർത്താവ് അദ്ദേഹത്തോട് എന്താ പറഞ്ഞേ? ഭയപ്പെടേണ്ട. കർത്താവിന് പറയാനുള്ളത് അതാണ്. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് അറിയാതെ ഒന്നും ഒരാളുടെ ജീവിതത്തിലും സംഭവിക്കുന്നില്ല. എന്നിട്ട് കർത്താവ് ഒരു മിഷൻ കൊടുക്കുക. എന്താണ്? നീ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവർ ആകും എന്ന് പറഞ്ഞു. പത്രോസിനോട് യേശു കർത്താവ് പറഞ്ഞതിനാണ് ലൂക്കോസ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിലും കൂടെ ഉണ്ടായിരുന്ന യാക്കോബും യോഹന്നാനും കൂടി
ഈ ദൗത്യത്തിൻ്റെ ഈ മിഷൻ്റെ പങ്കുകാരായിട്ട് മാറുകയാണ്. അവരും യേശുവിനോട് പ്രതികരിച്ച് തങ്ങൾക്കുണ്ടായിരുന്നത് സകലവും വിട്ട് കർത്താവിനെ അനുഗമിക്കുകയാണ്. അപ്പോൾ സ്വത്തുക്കളെ മുറുകെ പിടിക്കാതിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ലൂക്കോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മളും മനുഷ്യരെ പിടിക്കുന്നതിൻ്റെ ആവശ്യം വളരെയാണ്. അതാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ. അതെവിടെയാണ് കിടക്കുന്നത് അറിയാവോ? യേശു കർത്താവിൻ്റെ അന്ത്യകൽപ്പന, അന്ത്യനിയോഗം എവിടെയാണ് കിടക്കുന്നത്? മത്തായി, മത്തായി 28:16 മുതൽ 20 വരെയാണ്. അതായത് ഇപ്പോൾ ഒരു പിതാവ് ഒരു കിടക്കയിൽ മരിക്കുവാനായിട്ട് കിടക്കുമ്പോൾ തൻ്റെ മക്കളെയൊക്കെ വിളിച്ചിട്ട് പിതാവ് പറയുകയാണ്, എൻ്റെ അന്ത്യാഭിലാഷം ഇതാണ്, ഇത് ഞാൻ പോയി കഴിഞ്ഞാലും നിങ്ങൾ സാധിക്കണമെന്ന് പറയുന്നത് പോലെ യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞതിന് പറയുന്ന പേരാണ് ഗ്രേറ്റ് കമ്മീഷൻ, അന്ത്യനിയോഗം, അന്ത്യകൽപ്പന. അതെല്ലാവരും നിങ്ങൾ ഓർത്തിരിക്കണം. കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ ഏതാണ്? മത്തായി 28:16 മുതൽ 20 വരെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ഈ ഗ്രേറ്റ് കമ്മീഷനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ലിറിക്സ് ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ട്യൂൺ ചെയ്തിട്ടുണ്ട്. ആ സോങ് ഞാൻ പാടാം, നിങ്ങളും അതൊന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. എക്സാക്ട് ഗ്രേറ്റ് കമ്മീഷനാണ്. സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരവും പ്രാപിച്ചു ഞാൻ, ആകയാൽ നിങ്ങൾ പുറപ്പെടുവിൻ, ജാതികളെയൊക്കെ ശിഷ്യരാക്കിൻ. സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരവും പ്രാപിച്ചു ഞാൻ, ആകയാൽ നിങ്ങൾ പുറപ്പെടുവിൻ, ജാതികളെയൊക്കെ ശിഷ്യരാക്കിൻ. നിങ്ങളുദ്ഘോഷിക്കുമെൻ വചനം കൈക്കൊണ്ടതിൽ വിശ്വസിക്കുവോരേ, നിങ്ങളുദ്ഘോഷിക്കുമെൻ വചനം കൈക്കൊണ്ടതിൽ വിശ്വസിക്കുവോരേ, നാഥന്റെ പുത്രന്റെ ആത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. നാഥന്റെ പുത്രന്റെ ആത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരവും പ്രാപിച്ചു ഞാൻ, ആകയാൽ നിങ്ങൾ പുറപ്പെടുവിൻ, ജാതികളെയൊക്കെ ശിഷ്യരാക്കിൻ. സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരവും പ്രാപിച്ചു ഞാൻ, ആകയാൽ നിങ്ങൾ പുറപ്പെടുവിൻ, ജാതികളെയൊക്കെ ശിഷ്യരാക്കിൻ. എൻ്റെ ചട്ടങ്ങളെ സാക്ഷ്യങ്ങളെ പാലിക്കുവാനുപദേശിക്കണം. എൻ്റെ ചട്ടങ്ങളെ സാക്ഷ്യങ്ങളെ പാലിക്കുവാനുപദേശിക്കണം.
ഞാനുപദേശിക്കണം. ഞാനുണ്ട് ലോകാവസാനം വരെ. ഭീതി വേണ്ട നിങ്ങളോടു കൂടെ. ഞാനുണ്ട് ലോകാവസാനം വരെ. ഭീതി വേണ്ട നിങ്ങളോടു കൂടെ. സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരവും പ്രാപിച്ചു ഞാൻ. ആകയാൽ നിങ്ങൾ പുറപ്പെടുവിൻ. ജാതികളെയൊക്കെ ശിഷ്യരാക്കിൻ. സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരവും പ്രാപിച്ചു ഞാൻ. ആകയാൽ നിങ്ങൾ പുറപ്പെടുവിൻ. ജാതികളെയൊക്കെ ശിഷ്യരാക്കി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളും മനുഷ്യരെ പിടിക്കുന്നവരാകേണ്ടതിൻ്റെ ആവശ്യകത വളരെയാണ്. ജീവിതത്തിൽ തകർച്ചകൾ അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ അടുക്കൽ നമ്മൾ പോകണം. നമുക്ക് പറ്റുന്ന പോലെ ആവശ്യങ്ങളോട് നമ്മൾ പ്രതികരിക്കണം. ദാരിദ്ര്യം മൂലം, രോഗം മൂലം, ഡൊമസ്റ്റിക് വയലൻസ് മൂലം, അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ശാരീരിക തകർച്ചകൾ അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. ഇമോഷണലി ആൻഡ് സ്പിരിച്വലി ഹൃദയം തകർന്നവരുണ്ട്. അവർക്ക് സ്നേഹവും ജീവൻ്റെ സമൃദ്ധിയും ആവശ്യമാണ്. അവരുടെ അടുത്തേക്ക് പോകുവാനായിട്ട് യേശു കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം നമ്മളിലൂടെ അവരുടെ ഹൃദയത്തെ സ്പർശിച്ചാൽ അവരുടെ ജീവിതം മാറും. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. നമുക്ക് തുടർന്ന് വായിക്കാം. ലൂക്കോസ് 5:12 മുതൽ 16 വരെ ഒരുമിച്ച് വായിക്കാം. അവനൊരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ്ണു വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. അവനോട്, ഇതാരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്ക എന്ന് അവനോട് കൽപ്പിച്ചു. എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അവനോ നിർജ്ജനദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ, മാൻ ഫുൾ ഓഫ് ലെപ്രസി, വലിയ വിശ്വാസത്തോടെ യേശു കർത്താവിൻ്റെ അടുത്ത് വന്ന് കവിണ്ണ് വീണ് തന്നെ ശുദ്ധമാക്കണമേ എന്ന് യാചിച്ചത് ലൂക്കോസ് ഇവിടെ വിവരിക്കുകയാണ്. യേശു അയാൾക്ക് ചെയ്തു കൊടുത്തതിൻ്റെ ആഴം എന്താണെന്ന് അറിയണമെങ്കിൽ ആ കാലത്ത് കുഷ്ഠരോഗം എന്നാൽ എന്തായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യേശുവിൻ്റെ കാലത്ത് കുഷ്ഠരോഗം ഒരു മാറാരോഗമായിരുന്നു. ഇന്നിപ്പോൾ പല മാറാരോഗങ്ങളും വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ച മരുന്നുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാറിയിട്ടുണ്ട്. അന്ന് അങ്ങനെയല്ലായിരുന്നു. പല യഹൂദന്മാരും വിശ്വസിച്ചിരുന്നത് കുഷ്ഠരോഗം പാപത്തിനുള്ള ദൈവശിക്ഷയായിരുന്നു കുഷ്ഠരോഗം എന്നാണ്. ലേവ്യ പുസ്തകം 13:1 മുതൽ 3 വരെ നമുക്ക് വായിച്ചു നോക്കാം. സ്ക്രീനിൽ നോക്കി നമുക്ക് ഒരുമിച്ച് വായിക്കാം. യഹോവ പിന്നെയും മോശയോടും അഹറോനോടും അരുളി ചെയ്തത് എന്തെന്നാൽ, ഒരു മനുഷ്യൻ്റെ ത്വക്കിന്മേൽ തിണർപ്പോ ചുണങ്ങോ വെളുത്ത പുള്ളിയോ ഇങ്ങനെ കുഷ്ഠത്തിൻ്റെ വടു കണ്ടാൽ അവനെ പുരോഹിതനായ അഹറോൻ്റെ അടുക്കലോ പുരോഹിതന്മാരായ അവൻ്റെ പുത്രന്മാരിൽ ഒരുത്തൻ്റെ അടുക്കലോ കൊണ്ടുവരണം. പുരോഹിതൻ ത്വക്കിന്മേലുള്ള വടു നോക്കണം. വടുവിനകത്തുള്ള രോമം വെളുത്തതും വടു ത്വക്കിനേക്കാൾ കുഴിഞ്ഞതുമായി കണ്ടാൽ അത് കുഷ്ഠലക്ഷണം. പുരോഹിതൻ അവനെ നോക്കി അശുദ്ധനെന്ന് വിധിക്കണം.
ലേവ്യ പുസ്തകം 13:45-46 നോക്കിക്കേ. വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം, അവൻ്റെ തല മൂടാതിരിക്കണം, അവൻ അധരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധനെന്ന് വിളിച്ചു പറയുകയും വേണം. അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം. അവൻ അശുദ്ധൻ തന്നെ, അവൻ തനിച്ചു പാർക്കണം, അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. ഇതായിരുന്നു അന്നത്തെ അവസ്ഥ. അപ്പം സ്വന്തം വീട്ടിൽ നിന്നും കുടുംബ ബന്ധങ്ങളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും എല്ലാം മാറി നിൽക്കേണ്ടി വരുന്ന ഭയാനകമായ ഒരു ലോൺലിനെസ്, ഭയാനകമായ ഒരു ഏകാന്തത, വലിയൊരു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന മാനസിക അവസ്ഥയായിരുന്നു കുഷ്ഠരോഗികൾക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ കുഷ്ഠരോഗം ബാധിച്ചവർ ഒരുമിച്ച് താമസിക്കുന്ന ചില സ്ഥലങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവർക്ക് ജീവിതത്തിൽ യാതൊരു ഹോപ്പുമില്ലായിരുന്നു, യാതൊരു പ്രത്യാശയുമില്ലായിരുന്നു. നമ്മൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ ചിലരെ അശുദ്ധരായിട്ട് കരുതി മാറ്റി നിർത്തിയാൽ കുഷ്ഠരോഗം ബാധിച്ച് മാറ്റി നിർത്തിയതിന് തുല്യമായിട്ടുള്ള അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ മാറുന്നത്. എന്നാൽ യേശു കുഷ്ഠരോഗിയെ നിന്ദിക്കുകയോ ശപിക്കുകയോ ചെയ്തില്ല. അയാളെ ഒഴിവാക്കാനും കർത്താവ് കൽപ്പിച്ചില്ല. പകരം യേശു കൈ നീട്ടി അവനെ തൊട്ടു, ശുദ്ധമാക എന്ന് കൽപ്പിച്ചു. ഉടനെ തന്നെ അയാൾ സൗഖ്യമാകുകയും അയാൾ ഉൾപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് തിരികെ പ്രവേശിക്കുവാനായിട്ട് അവസരമാകുകയും ചെയ്തു. ശ്രദ്ധിച്ചേക്കണം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജാതിയാണോ തൊഴിലാണോ ആദ്യം ഉണ്ടായത്? ജാതിയാണോ തൊഴിലാണോ ആദ്യം ഉണ്ടായത്? ജാതിയാണെന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ജാതിയാണ് ആദ്യം ഉണ്ടായതെന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. തൊഴിലാണ് ആദ്യം ഉണ്ടായെന്നുള്ളവരൊക്കെ കൈവക്കിക്കേ. രണ്ടിൻ്റെ ഇടയിലുള്ള ആൾക്കാരുണ്ടല്ലോ ഇവിടെ. ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ വേണ്ടിയാണ് കൈ ഒന്ന് പൊക്കാൻ പറഞ്ഞത്. കൈ കാണാനുള്ള ഭംഗി കൊണ്ട് പറഞ്ഞല്ല, നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആദ്യം മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ, ജാതി ഉണ്ടായിരുന്നില്ല. ജീവിക്കാൻ വേണ്ടി തൊഴിലാണ് ആദ്യം കണ്ടെത്തിയത്. ഏത് തൊഴിലും ഒന്നുപോലെയാണെങ്കിലും ചില തൊഴിലുകൾക്ക് മാന്യതയും ചില തൊഴിലുകൾക്ക് ഹീനതയും മനുഷ്യൻ കൽപ്പിച്ചു. തൊഴിലിൻ്റെ വ്യത്യാസം മനുഷ്യരെ പല തട്ടുകളിലാക്കി തിരിച്ചു. അങ്ങനെയാണ് ജാതി ഉണ്ടായത്. കൃഷി ചെയ്യുന്നവൻ കർഷകൻ, കൃഷിക്കാരൻ. നായാട്ട് നടത്തുന്നവൻ നായാടി. ഇരുമ്പ് പണി ചെയ്യുന്നവൻ കൊല്ലൻ. തടി പണിയുന്നവൻ ആശാരി. മത്സ്യം പിടിക്കുന്നവൻ മുക്കുവൻ, ഫിഷർമാൻ. കച്ചവടം ചെയ്യുന്നവൻ മെർച്ചൻ്റ്, വണികൻ. പറ കൊടുക്കുന്നവൻ പഴയൻ. പാട്ടുപാടുന്നവൻ പാണൻ. കള്ളു എത്തുന്നവൻ ചാന്നാൻ. ഇങ്ങനെയുള്ള വിഭജനങ്ങളായിരുന്നു ആദ്യം സംഭവിച്ചത്. എല്ലാ രാജ്യത്തും ഇതുണ്ട്. പക്ഷേ കൊല്ലന് ആ പണി വേണ്ടെന്ന് തോന്നിയാൽ വേറെ തൊഴിൽ ചെയ്യാം. കൃഷി ചെയ്യുന്നവന് മുക്കുവനാകാം. ഏത് തൊഴിലും ആർക്കും സ്വീകരിക്കാം. അതുകൊണ്ട് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു രാജ്യങ്ങളിൽ ജാതി വ്യവസ്ഥ അംഗീകരിക്കപ്പെട്ടില്ല. മറ്റു രാജ്യങ്ങളിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹഘടന മറ്റു രാജ്യങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടതുമില്ല. അതിനാൽ തൊഴിലിന് ഏത് തൊഴിൽ ചെയ്താലും മാന്യതയുണ്ടായി. ഇന്ന തൊഴിൽ ചെയ്യുന്നവൻ എന്നതിൽ കവിഞ്ഞ് ജാതിക്ക് അവിടെ ആരും പ്രാധാന്യം കൽപ്പിച്ചില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സമൂഹങ്ങളിൽ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ വളർച്ചയുണ്ടാകുന്നത്. നമുക്കതുപോലെ വളരാൻ സാധിക്കാത്തതിൻ്റെ കാരണം ഇപ്പോഴും ഈ ജാതിയാണ്, ഈ ജാതി ചിന്തയാണ്. എന്നാൽ ഇതിന് ഒരുപാട് മാറ്റം കൊണ്ടുവന്നവരാരാന്നറിയോ? മിഷണറിമാരാണ്. ഒരുപാട് മാറ്റം കൊണ്ടുവന്നത് മിഷണറിമാരാണ്. യേശു കർത്താവിൻ്റെ ഫോളോവേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? അശുദ്ധരെന്ന് ലോകം തള്ളിയവരെ ചേർത്ത് പിടിക്കണം.
അശുദ്ധരെന്ന് ലോകം തള്ളിയവരെ ചേർത്ത് പിടിക്കണം. അങ്ങനെ ചെയ്ത ഒരാളാണ് മദർ തെരേസ. മദർ തെരേസ കുഷ്ഠരോഗികളായ ആളുകളെ പരിചരിക്കുന്നതിനായിട്ട് മദർ തെരേസ നല്ല സമയം ചിലവഴിച്ചു. ശാന്തി നഗർ, സമാധാനത്തിൻ്റെ സ്ഥലം എന്ന കുഷ്ഠരോഗ കോളനി സ്ഥാപിച്ചു. മെഡിക്കൽ സപ്പോർട്ടും സോഷ്യൽ സപ്പോർട്ടും അവർക്ക് കൊടുത്തു. കൽക്കട്ടയിൽ ലെപ്രസി ഔട്ട്റീച്ച് ക്ലിനിക്ക് ഉണ്ടാക്കി. ഈ രോഗം മൂലം ആളുകൾ ഒറ്റപ്പെടുന്നു എന്നുള്ളത് മദർ മനസ്സിലാക്കി. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന മദറിൻ്റെ സംഘടന വളർന്നപ്പോൾ പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ ഭവനങ്ങൾ മദർ തെരേസ തുറന്നു. ഇതെല്ലാം മദറിനെ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് എന്താണെന്നറിയോ? മദറിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ മദർ പറഞ്ഞു, ഈശോയുടെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം. ഞാൻ ലക്നൗവിൽ പോയപ്പോൾ മദർ തെരേസയുടെ ഒരു സ്ഥലത്ത് പോയി. അവിടെ മാതാപിതാക്കൾ, ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ, അപ്പന്മാരെയും അമ്മമാരെയും പ്രായമുള്ളവരെ നോക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോയി. ഞാൻ അരമണിക്കൂർ അവരുടെ കൂടെ സമയം ചെലവഴിച്ചു. എനിക്കറിയാവുന്ന കുറച്ച് ഹിന്ദി പാട്ടുകൾ അവരുടെ അടുക്ക പാടി തിരിച്ചു പോന്നു. ലക്നൗവിൽ തന്നെ ഞാൻ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഞാൻ ട്രാൻസ്ജെൻഡേഴ്സ് കൂടുന്ന ഒരു ഗ്രൂപ്പിൽ പോയി. അവിടെയും പോയി അവരുമായിട്ടും സംസാരിച്ചു. അവരുടെ അടുക്കും കുറച്ച് ഹിന്ദി പാട്ടുകൾ പാടി. അതുപോലെ ലക്നൗവിലുള്ള ജുവനൽ ഹോമിൽ 10-15 വയസ്സിന് താഴെയുള്ള ബോയ്സ് കിടക്കുന്ന ജുവനൽ ഹോമിലും ഗേൾസ് കിടക്കുന്ന ജുവനൽ ഹോമിലും പോയി. ഞാൻ പറഞ്ഞത്, മദർ തെരേസയൊക്കെ ഇതിന് പ്രേരിപ്പിച്ചത് കർത്താവിൻ്റെ സ്നേഹമാണ്. മനുഷ്യനായിട്ട് കാണുവാൻ പ്രേരിപ്പിച്ചത്, അവരുടെ ഉള്ളിൽ കൊടുത്തത് കർത്താവിൻ്റെ സ്നേഹമാണ്. അതുപോലെ മറ്റൊരു വ്യക്തിത്വമാണ് ഫാദർ ഡാമിയൻ. കേട്ടിട്ടുണ്ടോ? ഫാദർ ഡാമിയൻ അഥവാ മൊളോക്കയിലെ വിശുദ്ധ ഡാമിയൻ എന്നറിയപ്പെടുന്ന ജോസഫ് ഡെ വ്യൂസ്റ്റർ. ജനുവരി 3 1840 ജനിച്ചു. ഏപ്രിൽ 15 1889 അദ്ദേഹം മരിച്ചു. കോൺഗ്രിഗേഷൻ ഓഫ് ദ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് ആൻഡ് മേഴ്സി എന്ന സന്യാസ സഭയിലെ അംഗമായിരുന്നു. ഒരു ബെൽജിയൻ കത്തോലിക്ക മിഷണറി ആയിരുന്നു ഫാദർ ഡാമിയൻ. ഹവായിലെ മൊളോക്ക ദ്വീപിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ചതിൻ്റെ പേരിൽ ഹവായിയൻ നിവാസികളും ലോകമെങ്ങുമുള്ള ക്രിസ്ത്യാനികളും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് 1884 ഡിസംബറിൽ തൻ്റെ പതിവ് ദിനചര്യകളുടെ ഭാഗമായി വൈകുന്നേരം കാലുകൾ ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചപ്പോൾ അദ്ദേഹത്തിന് ചൂട് അനുഭവപ്പെട്ടില്ല. എന്താ കാരണം? എന്താ പറ്റിയേ? അദ്ദേഹത്തിന് ചൂട് അനുഭവപ്പെടാതിരുന്ന കാലിൻ്റെ സെൻസേഷൻ പോകാൻ കാരണം എന്താ? അത്രയും വർഷം ആ കുഷ്ഠരോഗികളുടെ കൂടെ താമസിച്ചപ്പോൾ ഫാദർ ഡാമിയൻ എന്ന് പറയുന്ന മിഷണറിക്ക് കുഷ്ഠരോഗം ബാധിച്ചു. അതുകൊണ്ടാണ് കാല് ചൂടുവെള്ളത്തിൽ വെച്ചപ്പോൾ കാലിന് ചൂട് അനുഭവപ്പെടാതിരുന്നത്. എന്നിട്ടും അദ്ദേഹത്തെ കുഷ്ഠരോഗം ബാധിച്ച് കഴിഞ്ഞതിന് ശേഷവും, കുഷ്ഠരോഗമാണെന്ന് അറിഞ്ഞതിന് ശേഷവും അദ്ദേഹം വീടുകൾ ഉണ്ടാക്കുകയും താൻ തുടങ്ങി വെച്ച കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. 49-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹം ഇത് ചെയ്യുവാൻ കാരണം എന്താ? അദ്ദേഹത്തെ തൊട്ട കർത്താവിൻ്റെ സ്നേഹം. സ്റ്റെയിൻസ് ആൻഡ് ഫാമിലി, മിഷണറി സ്റ്റെയിൻസും കുടുംബവും. നമുക്കറിയാം, ഓസ്ട്രേലിയയിലെ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് ഒറീസയിൽ വന്നവരാണ് അവർ. ആ മിഷണറി സ്റ്റെയിൻസും കുടുംബവും ഭാരിപ്പാട എന്ന ഗ്രാമത്തിലെ കുഷ്ഠരോഗികളുടെ ഇടയിലാണ് അവർ ശുശ്രൂഷിച്ചത്. ഒരു ദിവസം അവരോട് ശത്രുത തോന്നിയ ഒരു കൂട്ടം ആൾക്കാർ ഒരു രാത്രി മിഷണറി സ്റ്റെയിൻസിനെ, ഫിലിപ്പ്, തിമോത്തി എന്ന് പറയുന്ന 2 കുഞ്ഞുങ്ങളെയും ജീപ്പിൽ കത്തിച്ചു കൊന്നു കളഞ്ഞു. ഇന്ത്യ നടുക്കത്തോടെ കേട്ടതാണ്. എല്ലാ സൗകര്യങ്ങളും വിട്ടിട്ട് അവർ ആ ഗ്രാമത്തിൽ വന്ന് കുഷ്ഠരോഗികളുടെ അടുക്കൽ സമയം ചെലവഴിച്ചത്. അതിനുശേഷവും മിസ്സിസ് സ്റ്റെയിൻസ് അവരുടെ ഇടയിൽ ചെലവഴിച്ചു. അതിനെല്ലാം അവരെ നിർബന്ധിച്ചത്, അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് കർത്താവിൻ്റെ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രൈസ്തവ ലോകം അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ രാജ്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. മനസ്സിലായിക്കൊള്ളണം. എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ യേശു കർത്താവിനെ കുറിച്ച് അറിയണം. യേശുവിലൂടെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഓരോരുത്തർക്കും ഉണ്ടാകണം. കാരണം ആരും നശിച്ചു പോകരുതെന്ന്, എല്ലാവരും മാനസാന്തരത്തിലേക്ക് വരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട്
മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹവും സേവനവും അവരെ ക്രിസ്ത്യാനികളാക്കി എടുക്കുവാൻ വേണ്ടി ആയിരിക്കരുത്. നമ്മൾ സമൂഹത്തിൽ ഇടപഴകുമ്പോൾ നമ്മുടെ ലക്ഷ്യം അവരെ ക്രിസ്ത്യാനികളാക്കി മാറ്റുക എന്നതായിരിക്കരുത്. എന്നാൽ നമ്മൾ ക്രിസ്ത്യാനികൾ ആയതുകൊണ്ട് സമൂഹത്തോട് ഇടപഴകണം. മതപരിവർത്തനത്തിനായിട്ട് നമ്മൾ സമൂഹത്തെ സേവിക്കരുത്. അങ്ങനത്തെ ഗൂഢലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കരുത്. എന്നാൽ നമ്മുടെ മനസ്സിന് പരിവർത്തനം ഉണ്ടായതിനാൽ നമ്മൾ സമൂഹത്തിൽ ഇടപെടണം. മദർ തെരേസയും ഫാദർ ഡാമിയനും സ്റ്റെയിൻസും കുടുംബവും ഒന്നും ആളുകളെ കൺവേർട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സേവനം ചെയ്തവരല്ല, യേശു കർത്താവിൻ്റെ സ്നേഹം മൂലം ചെയ്തതാണ്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമായിരിക്കണം. ഒരാളോട് സുവിശേഷം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് ഒരു സേവനം ചെയ്യുമ്പോൾ ഹിഡൻ അജണ്ടകൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് മനുഷ്യൻ എന്നുള്ള നിലയിൽ സേവനമായിട്ട് നമ്മൾ ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആർക്ക് ചെയ്താലും അങ്ങനെ ചെയ്യണം. നമ്മൾ ഇവിടെ വായിച്ച ഭാഗത്തിൽ, ഈ സുവിശേഷ ഭാഗത്തിൽ, ഈ കുഷ്ഠരോഗം സൗഖ്യം പ്രാപിച്ചവനോട് തനിക്ക് സംഭവിച്ച സൗഖ്യത്തെക്കുറിച്ച് ആരോടും ഒന്നും പറയരുതെന്നും പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് സൗഖ്യം ഉറപ്പാക്കുവാനായിട്ട് മാരകമായിട്ടുള്ള ഇങ്ങനത്തെ സ്കിൻ ഡിസീസസ് ഉള്ളവരിൽ നിന്നും വിടുതൽ പ്രാപിച്ചവർ ചെയ്യണമെന്ന് പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 32 വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് യേശു ആവശ്യപ്പെടുകയാണ്. അങ്ങനെ സ്കിൻ ഡിസീസിൽ നിന്ന് മാറിയ ഒരാൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ലേവ്യ പുസ്തകം 14-ന്റെ 1 മുതൽ 32 വരെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് യേശു കർത്താവ് ഈ സൗഖ്യം പ്രാപിച്ച ആളോട് പറയുകയാണ്. അപ്പോൾ കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യമായവൻ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും തിരിച്ചു വരുന്നതിന് ഇത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇത്തരം രോഗസൗഖ്യങ്ങൾ സംഭവിച്ചാൽ തീർച്ചയായിട്ടും എല്ലാവരും അറിയും, അല്ലേ? എല്ലാവരും അറിയും, അറിയാതിരിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് കേട്ടിട്ട് വലിയ കൂട്ടമാണ് യേശുവിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനായിട്ട് യേശുവിന് ചുറ്റും കൂടിയിരുന്നത്. അപ്പോൾ തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പോപ്പുലാരിറ്റിയിലും അംഗീകാരത്തിലൊന്നും യേശു മതിമറന്നില്ല. പകരം നിർജ്ജന പ്രദേശങ്ങളിലേക്ക് ഒഴിഞ്ഞുപോയി പ്രാർത്ഥിക്കുവാനായിട്ടാണ് യേശു താല്പര്യപ്പെട്ടത്. തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അവസരങ്ങളിൽ മാത്രമല്ല, മിനിസ്ട്രിയുടെ തിരക്കുകൾക്കിടയിലും പ്രാർത്ഥിക്കുന്ന രീതിയാണ് യേശുവിന് ഉണ്ടായിരുന്നത്. ആ ഒരു മാതൃക നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്നറിയോ? നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അതുകൊണ്ട് അവൻ പന പോലെ തഴച്ചു വളരും. എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിപ്പിൻ, നിങ്ങൾക്ക് ഉത്തരം ഞാൻ അരുളും. ഞാൻ അറിഞ്ഞിടാത്ത അത്ഭുത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഇതുവരെ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഒന്നുമേ യാചിച്ചില്ല. നിറഞ്ഞു കവിയും സന്തോഷം യാചിക്കൽ അനുഭവിച്ചു കൊള്ളുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ പുതുശക്തി പ്രാപിക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ചവർ പറന്നു പോയിടും. യാചിക്കുന്നതിലും നനയ്ക്കുന്നതിലും എത്രയോ അധികമായി ഉള്ളത്തിൽ പ്രിയമായി ചെയ്യും രക്ഷകന് സ്തോത്രം നിത്യമായി. കൈവിടുകില്ല ഞാൻ, മാറിപ്പോകില്ല ഞാൻ, നിന്നെ വിട്ട് ഒരു നാളും. നിങ്ങളതിനാലെ ധൈര്യത്തോടുകൂടി കർത്തനിൽ ആശ്രയിപ്പേൻ. പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം.
വളർന്നു വന്നിടും. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. എന്റെ നാമത്തിൽ യാചിച്ചിടുന്ന ഉത്തരം അരുളും ഞാൻ. എന്റെ നാമത്തിൽ യാചിച്ചിടും നിങ്ങൾ ഉത്തരമരുളും ഞാൻ. അറിഞ്ഞിടാത്തത് അത്ഭുത കാര്യങ്ങൾ വെളിപ്പെടുത്തിയിടും ഞാൻ. അറിഞ്ഞിടാത്തതാം അത്ഭുത കാര്യങ്ങൾ വെളിപ്പെടുത്തിയിടും ഞാൻ. ചേർത്ത് പാടിയാണ്. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. ഇതുവരെ നിങ്ങൾ കർത്തന്റെ നാമത്തിൽ ഒന്നുമേ യാചിച്ചില്ല. ഇതുവരെ നിങ്ങൾ കർത്തന്റെ നാമത്തിൽ ഒന്നുമേ യാചിച്ചില്ല. നിറഞ്ഞു കവിയും സന്തോഷം യാചിപ്പിൻ അനുഭവിച്ചു കൊള്ളിൻ. നിറഞ്ഞു കവിയും സന്തോഷം യാചിപ്പിൻ അനുഭവിച്ചു കൊള്ളിൻ. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർ പുതുശക്തി പ്രാപിക്കും. കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർ പുതുശക്തി പ്രാപിക്കും. കഴുകന്മാരെ പോൽ ചിറകടിച്ചവർ പറന്നു പോയിടും. കഴുകന്മാരെ പോൽ ചിറകടിച്ചവർ പറന്നു പോയിടും. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. യാചിക്കുന്നതിലും നീനയ്ക്കുന്നതിലും എത്രയോ അധികമാ. യാചിക്കുന്നതിലും നീനയ്ക്കുന്നതിലും എത്രയോ അധികമാ. ഉള്ളത്തിൽ പ്രിയമായി ചെയ്യും രക്ഷകന് സ്തോത്രം നിത്യമാ.
ആശ്രയിപ്പിൻ. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. പല പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. പല പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവന് ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു അവനെ അകത്തു കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വയ്പ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണുകെ അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. നേരത്തെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത് പബ്ലിക് പ്ലേസിൽ വെച്ചായിരുന്നു, ഒരു പട്ടണ പ്രദേശത്ത് വെച്ചായിരുന്നെങ്കിൽ യേശു ചെയ്ത അടുത്ത അത്ഭുതം പരീശന്മാരും ശാസ്ത്രിമാരും മറ്റുമുള്ള ആളുകളുള്ള ഒരു മുറിയിലാണ് നടന്നത്. മർക്കോസിൻ്റെ സുവിശേഷം വായിച്ചാൽ കഫർനഹൂമിൽ മിക്കവാറും പത്രോസിൻ്റെ വീട്ടിലായിരിക്കും അത് നടന്നിരിക്കാൻ സാധ്യത. കഫർനഹൂമിലെ ഒരു ശരാശരി വീട്ടിൽ ഏകദേശം 50 ആളുകൾക്ക് നിൽക്കാൻ പറ്റും. ഏറ്റവും വലിയ വീടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 18 അടിയായിരുന്നു. പുറത്തുള്ള പടിക്കെട്ടിലൂടെ, പുറത്തുള്ള സ്റ്റെയർ കേസിലൂടെ മേൽക്കൂരയിലേക്ക് പ്രവേശനമുണ്ടായിരുന്നതിനാൽ പുരുഷന്മാർക്ക് തടസ്സമില്ലാതെ മുകളിലെത്തുവാനായിട്ട് കഴിയാമായിരുന്നു. ഈ മേൽക്കൂര, ഈ ടെറസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഭീമുകളിൽ വിരിച്ചിരിക്കുന്ന മരക്കഷ്ണങ്ങൾ കൊണ്ടാണ്. എന്നിട്ട് അത് ഉണങ്ങിയ ചെളി കൊണ്ട് മൂടിയിരുന്നു. അതുകൊണ്ട് ഒരാൾക്കത് കുഴിച്ചെടുക്കാനായിട്ട് പറ്റുമായിരുന്നു. ഈ വീട്ടിൽ പരീശന്മാരും ശാസ്ത്രിമാരും മറ്റും വന്നത് എന്തിനാണെന്ന് വെച്ചാൽ യേശു ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്നതിനും കേൾക്കുന്നതിനായിട്ടാണ് അവരും കൂടി അവിടെ വന്നത്. അപ്പോൾ യേശുവുമായിട്ട് പരീശന്മാർക്കുണ്ടായ പ്രശ്നങ്ങളുടെ ആരംഭമായിട്ട് ഈ സംഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസ് പങ്കുവെക്കുന്ന പാപമോചനത്തിൻ്റെ പ്രാധാന്യമെന്ന ആശയത്തിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഈ സംഭവം. യേശു ഉപദേശിച്ചു കൊണ്ടിരുന്ന വീട്ടിൽ ആൾത്തിരക്ക് കാരണം യേശുവിൻ്റെ അടുക്കലേക്ക് എത്തുവാനായിട്ട് വഴിയുണ്ടായിരുന്നില്ല. അപ്പോൾ വെളിയിൽ കാത്തു നിന്നവരുടെ കൂട്ടത്തിൽ തങ്ങളുടെ കൂട്ടുകാരനായ തളർവാദ രോഗിയെ യേശുവിനെ കാണിക്കുവാൻ അതിലൂടെ സൗഖ്യം പ്രതീക്ഷിച്ചു നിന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ എത്താൻ വഴി കാണാതിരുന്നതിനാൽ അവർ ഭയമില്ലാതെ വീടിൻ്റെ മുകളിൽ കയറി
മേൽപ്പൂരയുടെ ഒരു ഭാഗം തുറന്ന് തങ്ങളുടെ കൂട്ടുകാരനെ യേശുവിൻ്റെ മുമ്പിൽ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പലരും ചിന്തിക്കുന്നത് പോലെ തന്നെ യേശുവിൻ്റെ കാലത്തുള്ള യഹൂദര് ചിന്തിച്ചിരുന്നത് രോഗവും കഷ്ടതകളും പാപത്തിൻ്റെ ഫലമാണ് എന്നതായിരുന്നു. നമ്മൾ ഗോസ്പൽ ഓഫ് ജോൺ നമ്മൾ പഠിച്ചപ്പോൾ, അത് ചിന്തിച്ചപ്പോൾ, ഗോസ്പൽ ഓഫ് ജോൺ 9-ാം അധ്യായം 1 മുതൽ 3 വരെ ഈ ചിന്ത നമ്മൾ കണ്ടതാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. അപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പോലെ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ ഭാഗത്ത് യേശു ആ കാഴ്ചപ്പാടിനെ എതിർക്കുന്നില്ല. എന്നാൽ തളർവാദ രോഗിയുടെ പാപങ്ങൾ യേശു അവിടെ ക്ഷമിച്ചു കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുകയാൽ എന്താ സംഭവിക്കണേ? യേശു പരീശന്മാരെയും ശാസ്ത്രിമാരെയും ഞെട്ടിച്ചു കളയുകയാണ്. കാരണം എന്താണ്? അവർ ഞെട്ടാനുള്ള കാരണം എന്താണ്? ദൈവത്തിന് മാത്രമാണ് പാപങ്ങൾ മോചിക്കുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ പാപങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ വാക്കുകൾ ദൈവനിന്ദയാണെന്ന് അവർ കരുതി. യേശു യഥാർത്ഥ പ്രവാചകനായിരുന്നതിനാൽ അവരുടെ മനസ്സിലെ ചിന്ത എന്താണെന്ന് തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഒരു റെസ്പോൺസായിട്ട് ആ മനുഷ്യൻ്റെ ശാരീരിക രോഗത്തെ യേശു സുഖമാക്കി. തനിക്ക് പാപങ്ങൾ മോചിക്കാനുള്ള അധികാരമുണ്ടെന്ന് അവർക്ക് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് യേശു രോഗസൗഖ്യം നൽകിയത്. അതുപോലെ യേശുവിനെ കുറിച്ച് തന്നെ പറയുന്നതിന് മനുഷ്യപുത്രൻ എന്ന പേര് യേശു ഉപയോഗിക്കുന്ന ആദ്യത്തെ സന്ദർഭമാണിത്. ഈ മനുഷ്യപുത്രൻ എന്ന പേര് യേശു മാത്രമാണ് അപ്രകാരം തന്നെക്കുറിച്ച് തന്നെ പറയുന്നതിന് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുവിശേഷങ്ങൾക്ക് പുറത്ത് അപ്പസ്തോല പ്രവർത്തികൾ 7:56 മാത്രമാണ് നാം അത് കാണുന്നത്. അപ്പസ്തോല പ്രവൃത്തി 7:56, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ദാനിയേൽ 7:13-14 നോക്കിക്കേ. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികൻ്റെ അടുക്കൽ ചെന്ന് അവർ അവനെ അവൻ്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജത്വം നശിച്ചു പോകാത്തതും ആകുന്നു. ലൂക്കോസ് 6:5 നോക്കിക്കേ. മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്നും അവരോട് പറഞ്ഞു. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപങ്ങളെ മോചിക്കുന്നതിനും ന്യായപ്രമാണം വ്യാഖ്യാനിക്കുന്നതിനുമുള്ള യേശുവിൻ്റെ ദൈവദത്തമായ അധികാരത്തെ സൂചിപ്പിക്കുവാൻ മനുഷ്യപുത്രൻ എന്ന നാമം ഉപയോഗിച്ചിരിക്കുന്നു. യേശു ചെയ്ത ഈ അത്ഭുതം കണ്ടവർ അത്ഭുതപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, പഴയകാല പാപങ്ങളുടെ ഫലമായാണ് തങ്ങൾ രോഗങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്ന എന്നുള്ള ചിന്തയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർ ഈ സുവിശേഷത്താൽ വിടുവിക്കപ്പെടുമ്പോൾ ഇതേ വികാരമാണ് അവർക്കുണ്ടാകുന്നത്. അവർ അത്ഭുതത്തോടെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ദുരാത്മാക്കളിൽ നിന്നും മന്ത്രവാദ ആഭിചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കേണ്ടതിന് അവയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിടുതൽ നൽകുന്ന യേശു ക്രിസ്തുവിനെ നമ്മൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തണം. ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവ് പറയുന്നത് അനുസരിച്ചാൽ നമുക്ക് അസാധ്യമായത് കർത്താവ് ചെയ്തു തരും. കർത്താവ് പറയുന്നത് നമ്മളനുസരിച്ചാൽ അസാധ്യമായത് നമ്മൾക്ക് കർത്താവ് ചെയ്തു തരും. നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് നമ്മൾ സമൂഹത്തോട് മനഃപൂർവ്വം ഇടപഴകണം. അതുകൊണ്ട് അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും
ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. God bless you.